ലൂക്കോസ് 2:21. ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുക, മാനവകുലത്തെ രക്ഷയിലേക്ക് നയിക്കുക, നിത്യശിക്ഷാവിധിയിൽ നിന്നും പിശാചിൻ്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുക, ഇതൊക്കെ ദൈവീക പദ്ധതിയായിരുന്നു. മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു, ഇന്നും ആഗ്രഹിക്കുന്നു. അതിനായി ദൈവീക പദ്ധതി പ്രകാരം യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നു. പരിശുദ്ധാത്മാവിലാണ് മറിയ ഗർഭിണിയായത്. യേശു മറിയയുടെ ഉദരത്തിൽ വന്നു പിറക്കുന്നതിന് മുമ്പേ തന്നെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ജനിക്കുന്ന കുഞ്ഞിന് യേശുവെന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്രകാരമാണ് യേശുവെന്ന് പേർ വിളിച്ചത്. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പേരിടുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് പേരിട്ടവരൊക്കെ ലോകത്തെ നന്മയാൽ കീഴ്മേൽ മറിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ലൂക്കോസ് 1:13 ദൂതൻ സഖരിയാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന് യോഹന്നാൻ എന്ന പേർ ഇടയണം എന്ന് പറഞ്ഞതായി നാം വായിക്കുന്നു. ദൈവപുത്രന് വഴിയൊരുക്കുവാൻ വന്നവനും ദൈവമാണ് പേരിട്ടത്. ദൈവം തിരഞ്ഞെടുത്ത് സ്വർഗീയ ഹിതപ്രകാരമുള്ള പേരിടുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളും ആണ് അപ്രകാരമുള്ളത്. നമ്മയൊക്കെയും ദൈവം സ്വർഗത്തിൽ നേരത്തെ അറിഞ്ഞിരുന്നു. നാം ആരായിത്തീരണം, എന്തായിത്തീരണം എന്നൊക്കെയുള്ളത് ദൈവിക നിശ്ചയമാണ്. എന്നാൽ അതിന് വിധേയപ്പെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ നിമിഷവും ദൈവിക മാസ്റ്റർ പ്ലാനിലുള്ളതാണ്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റിക്കുകയോ അബദ്ധം സംഭവിക്കുകയോ ഇല്ല. യിരെമ്യാവ് 1:5 യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്തു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നത്. യിരെമ്യാവിനെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന വിഷനാണ് അദ്ദേഹം ജനിക്കുന്നതിന് മുൻപേ ദൈവം പദ്ധതിയിട്ടതാണ് അദ്ദേഹത്തെ അറിയിച്ചത്. സങ്കീർത്തനം 31:15 എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. നമ്മയൊക്കെ കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഹിതമെന്തോ അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവിക പദ്ധതിയാണ് ഏറ്റവും നല്ലത്. അതിനോടുകൂടെ നമ്മുടെ ഹിതങ്ങളുടെ കൂട്ടിക്കുഴയ്ക്കാതെ പൂർണ്ണമായും ദൈവിക പദ്ധതികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളെ മുന്നറിഞ്ഞതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.